Hi guys, welcome back to my YouTube channel Goofy with Karu. ഇന്ന് നമ്മൾ ഇന്ന് 6:05 ഇന്ന് നമ്മളൊരു യാത്രയ്ക്ക് പോവാണ്. മൂകാംബിക ദേവി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. തൊഴാൻ മാത്രമല്ല, പിടിക്കേണ്ട ശകുറുവിൻ്റെ ചോറൂണുമല്ല, നമ്മളൊരു സ്പെഷ്യൽ കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. സർപ്രൈസ്! അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. വണ്ടി പാർക്ക് ചെയ്തിട്ടിട്ട് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ പോയ ട്രെയിൻ ഗരീബ് രഥ് എക്സ്പ്രസ് ആയിരുന്നു. രാവിലെ 7:30 ട്രെയിൻ. ഷാർപ്പ് ടൈം ട്രെയിൻ എടുത്തു. ട്രെയിൻ ഞങ്ങൾ AC കമ്പാർട്ട്മെൻറ്റാണ് ബുക്ക് ചെയ്തിരുന്നത്. അത്യാവശ്യം നല്ല സുഖമുള്ള യാത്ര തന്നെ ആയിരുന്നു. ശങ്കുടും ഓക്കെ ആയിരുന്നു. രാവിലെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ശങ്കുടുവിൻ്റെ രണ്ടാമത്തെ ട്രെയിൻ ട്രിപ്പാണ് കേട്ടോ. ഗുരുവായൂരിൽ ആദ്യം പോയി, ഇപ്പോൾ അതാ രണ്ടാമത് ട്രെയിൻ ട്രിപ്പ്. ഞങ്ങളുടെ ഫുഡ് ഞങ്ങൾ തന്നെ കൊണ്ടുപോയി. കാരണം അന്നത്തെ ദിവസത്തെ ഫുഡ് മൊത്തം ഇവിടെ നിന്ന് പാക്ക് ചെയ്തിട്ടാണ് പോയത്. ശങ്കുടു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല ഹൈപ്പറായിരുന്നു. ട്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആൾക്കാരെയൊക്കെ നോക്കിയിട്ട് ഹായ് ഫൈ ബൈ ബൈ എന്നൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അവരും നല്ല സ്മൈൽ ചെയ്ത്, കാരണം ബേബിയല്ലേ, ആരെ കണ്ടാലും നോക്കി ചിരിച്ച് നല്ല വൈബായിരുന്നു. കുറച്ച് കഴിഞ്ഞൊരു വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും ശങ്കടുവിൻ്റെ വിധം മാറി തുടങ്ങി, ഇച്ചിരി ക്രാങ്കി ആവാൻ തുടങ്ങി. കാരണം ഒത്തിരി നേരമായിട്ട് ഒരിടത്ത് തന്നെ ഇരിക്കുവാണ്. പുള്ളിക്കാരനെ ഇങ്ങനെ ഇറങ്ങി നടക്കണം, അല്ലെങ്കിൽ തറയിൽ എഴയാൻ വിടും, ഇല്ലെങ്കിൽ കുറച്ച് വാക്കറിൽ കുറച്ച് നേരം നടക്കാൻ വിടും. പിന്നെ ഞങ്ങളൊരു 11:30 മണിയോടുകൂടി മൂകാംബികയിലെത്തി. ഞാൻ കണ്ടോ, ശങ്കുടു ക്രാങ്കി ആവുന്ന സീൻസാണ് നിങ്ങൾ കാണുന്നത്. 11:30 ഇറങ്ങിയെന്ന് വെച്ചാൽ ട്രെയിൻ 2 മിനിറ്റേ സ്റ്റോപ്പിൽ നിർത്തുള്ളൂ. അപ്പോൾ എല്ലാവരും വേഗം ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ക്യാബ് ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയത്. ഞങ്ങൾ സ്റ്റേ ബുക്ക് ചെയ്തിരുന്നത് മഹാലക്ഷ്മി റെസിഡൻസി എന്ന് പറഞ്ഞൊരു ഹോട്ടലിലായിരുന്നു. ആ ഹോട്ടലിൽ ആക്ച്വലി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പലത്തിന് തൊട്ടടുത്താണെന്ന്. പക്ഷേ നമ്മൾ ഇത്രയും പ്രതീക്ഷയില്ല. അമ്പലത്തിൽ നിന്ന് കറക്റ്റ് 100 മീറ്ററിന് അടുത്തേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നേരെ ചെന്ന് കയറുന്നത് അമ്പലമാണ്. അപ്പോൾ അത്ര അടുത്തായിരുന്നു. അത്ര സൗകര്യമുള്ള റൂമും എല്ലായിരുന്നു. 2 റൂമാണ് ഞങ്ങൾ എടുത്തിരുന്നത്. 2 റൂമും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. വാഷ്റൂം ആവട്ടെ എല്ലാം അടിപൊളിയായിരുന്നു. രാവിലെ നല്ലോണം തൊഴാൻ പറ്റി. അതായത് തിരക്കുണ്ടെങ്കിൽ തന്നെ നമ്മൾ കയറിയ സമയം കറക്റ്റ് സമയമായിരുന്നു. ദേവീനെ നല്ലോണം തൊഴാൻ പറ്റി. ഇനി ദർശനം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരെ മഹാലക്ഷ്മി റെസിഡൻസി തന്നെയാണ്. താഴെ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നു. ഇനി ഞാൻ പറഞ്ഞ സർപ്രൈസ് എന്തെന്ന് വെച്ചാൽ, ഞാൻ വീണ്ടും ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാൻ റീജോയിൻ ചെയ്തായിരുന്നു. ഞാൻ പഠിക്കാൻ ചെന്നത് എൻ്റെ ഗുരു സുരഭി ടീച്ചറാണ്. സുരഭി ടീച്ചറിൻ്റെ മയൂര ഡാൻസ് സ്കൂളിലാണ് ഞാൻ വീണ്ടും റീജോയിൻ ചെയ്തത്. അരങ്ങേറ്റം മുമ്പ് കഴിഞ്ഞെങ്കിലും മൂകാംബിക ദേവീൻ്റെ മുന്നേ കളിക്കുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമല്ലേ. ഞാനും ഫസ്റ്റ് ടൈമാണ് ദേവീൻ്റെ മുന്നേ കളിക്കാൻ പോകുന്നത്. അപ്പോൾ അതാ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഒത്തിരി പ്രതീക്ഷയോടുകൂടി. അതായത് ഒരു 7-8 കൊല്ലം ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും സ്റ്റേജിൽ കയറാൻ പോകുന്നത്. സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ ഇപ്പം ഐറ്റം എല്ലാം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാം ആണെങ്കിലും ഭഗവാനെ നന്നായിരിക്കണേ, നല്ലൊരു സ്റ്റാർട്ടായിരിക്കണേ എന്ന് മനസ്സിൽ ഓരോ തവണയും പ്രാർത്ഥിച്ചാണ് നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നത്. അപ്പം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത് കണ്ണടച്ചിരുന്നപ്പോൾ തന്നെ എനിക്ക് പഴയ മെമ്മറീസ് എല്ലാം എന്നെ ഹിറ്റ് ചെയ്യാൻ തുടങ്ങി. പണ്ട് പ്രോഗ്രാമിന് പോകുന്നതും കോമ്പറ്റീഷന് പോകുന്നതും അപ്പോഴും അമ്മ എൻ്റെ ഒപ്പം വരുമായിരുന്നു. ഇത്തവണ അമ്മ തന്നെയാണ് എൻ്റെ ഒപ്പം വന്നത്. ശങ്കുടുവിനെ അമ്മുമ്മയും മമ്മിയും കൂടാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ മേക്കപ്പിന് 11 മണിക്ക് കയറിയത് കാരണം എനിക്ക് ഉച്ചയ്ക്ക് അവിടെ നിന്ന് അന്നദാനമൊന്നും കഴിക്കാൻ പറ്റില്ല. അവർക്ക് അതും കഴിക്കാൻ പറ്റി. അവരവിടെ നിന്ന് അന്നദാനമൊക്കെ കഴിച്ചു. ശങ്കുടുവിനും അന്നദാനമൊക്കെ കഴിക്കാൻ പറ്റി. ഞങ്ങൾ നേരത്തെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ. കാരണം അമ്പലത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 3 മണി 4 മണിക്ക് മുന്നേ റെഡി ആയാലും നമ്മൾ സരസ്വതി മണ്ഡപത്തിൽ കളിപ്പിക്കാം ഒരു റൗണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ടീച്ചർ പെർമിഷനൊക്കെ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തു മേക്കപ്പ്. എനിക്കാണെങ്കിൽ ബേസ് മേക്കപ്പ് ഇട്ടപ്പോഴേ ചെറിയൊരു ചമ്മലുണ്ടായിരുന്നു. കാരണം ആദ്യം ബേസ് മേക്കപ്പ് ഇട്ടിട്ടേ കരിയൊക്കെ വരയ്ക്കുള്ളൂ. അത് ഇടുമ്പോഴത്തേക്കും നമ്മളെ മുഖം പ്രേതം പോലിരിക്കും. അങ്ങനെ എല്ലാം ആയിക്കഴിഞ്ഞിട്ട് ഹെഡ്സെറ്റൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഞാനും അമ്മയും കൂടെ ഭക്ഷണം കഴിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഡ്രസ്സ് മാറിയത്. ഇതായിരുന്നു എൻ്റെ കോസ്റ്റ്യൂം. ഭരതനാട്യമായിരുന്നു എൻ്റെ ഐറ്റം. ഭരതനാട്യം കൂടാണ്ട് കുച്ചിപ്പുടി, മോഹിനിയാട്ടം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു കുഞ്ഞു കുട്ടീൻ്റെ സിംഗിൾ ഐറ്റവും കൂടെ ഉണ്ടായിരുന്നു. ഭരതനാട്യം തന്നെയാണ്. ഞാൻ അൾട്ടയൊക്കെ ഇട്ട്
ലിപ്സ്റ്റിക്ക് ഇടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ലിപ്സ്റ്റിക്ക് ലാസ്റ്റേ ഇട്ട് തരുള്ളൂ. ഇതാണ് എൻ്റെ ഗുരു സുരഭി ടീച്ചറും ഞങ്ങളൊപ്പം ഞങ്ങളിൽ ഒരാളായി തന്നെ കളിച്ചു. സുരഭി ടീച്ചറിൻ്റെ വലിയൊരു ക്വാളിറ്റി ഞാൻ നോട്ടീസ് ചെയ്തതെന്ന് വെച്ചാൽ ടീച്ചർ ഗുരുസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യും, നമ്മളെ ഗൈഡ് ചെയ്യുകയും ചെയ്യും, എന്നാൽ നമ്മുടെ ഒപ്പം നമ്മുടെ ഇടയിലൊരു ഫ്രണ്ടായിട്ട് നിൽക്കുകയും ചെയ്യും. ഭയങ്കര വൈബാണ്. അങ്ങനെ ഒരുങ്ങി സെറ്റായിട്ട് സരസ്വതി മണ്ഡപത്തിൽ കളിക്കാൻ പോവുകയാണ് ഞാൻ. ഈ സമയത്തുണ്ടല്ലോ മനസ്സിൽ ഭയങ്കര പേടിയാണ്. അതായത് 7 കൊല്ലം കഴിഞ്ഞ് ഞാൻ കളിക്കുകയാണ് സ്റ്റേജിൽ കയറി ഫുൾ വേഷമൊക്കെ ഇട്ടിട്ട്, അതും ദേവീൻ്റെ മുന്നേ കളിക്കുകയാണ്. അപ്പോൾ അത്ര സന്തോഷമുണ്ട്, പേടിയുമുണ്ട്. ആകെ ഒരു ഭയങ്കര അടിപൊളി ഫീലിംഗ് ആയിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ഓരോ ഐറ്റത്തിൻ്റെ ഇച്ചിരി നേരം കളിച്ചായിരുന്നു. അങ്ങനെ അതായത് ഇവിടെ സരസ്വതി മണ്ഡപത്തിൽ കളിച്ചിട്ട് നമ്മൾ നേരെ സ്റ്റേജിലേക്ക് പോയി. ഇതായിരുന്നു സ്റ്റേജ്. അവിടെ കളിച്ചിട്ടുള്ളവർക്കറിയാം, അവിടെ പുറത്തായിട്ടാണ് സ്റ്റേജ് വരുന്നത്. പരിപാടി കാണാൻ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പിള്ളേരുടെ പാരൻസും നമ്മളും കൂടാതെ കുറച്ച് പേരും കൂടെ ഉണ്ടായിരുന്നു. എക്സൈറ്റഡ് ആണോ എന്ന് വെച്ചാൽ എക്സൈറ്റഡ് ആണ്. ഇനി നമുക്ക് കുറച്ച് ക്ലിപ്പിങ്സ് കാണാം. ഇത് എൻ്റെ ഐറ്റമായിരുന്നു. പരിപാടിയെല്ലാം കഴിഞ്ഞ് വന്ന് നമ്മുടെ ഈ തലയും മുടിയും ഈ ഡ്രസ്സും ഒക്കെ അഴിക്കുന്നത് ഒരു ടാസ്ക്കാണ്. ഈ ഭരതനാട്യം അല്ലെങ്കിൽ ഈ ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്ന എല്ലാവർക്കും ഈ ബുദ്ധിമുട്ട് അറിയാം എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ 2 ആൾ കൂടി ഒന്നുകൂടി ദേവീനെ പോയി കണ്ടിട്ടാണ് തിരിച്ച് സ്റ്റേഷനിലേക്ക് വന്നത്. അങ്ങനെ ഒരു ഹാപ്പി ട്രിപ്പായിരുന്നു. ഹാപ്പി എന്ന് പറഞ്ഞാൽ ഹാപ്പി. ഇന്നലെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് സന്തോഷമായിട്ട് നമ്മൾ വന്ന് കിടന്നുറങ്ങി. ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് വ്ളോഗൊന്നും എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇന്ന് രാവിലെ ദർശനവും കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡും കഴിച്ച് വീട്ടിലേക്ക് പോവാണ്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇവിടെ നിന്ന് ട്രെയിൻ. അപ്പോൾ ശരിക്കും നല്ലൊരു ട്രിപ്പ് തന്നെയായിരുന്നു. താമസം നല്ലതായിരുന്നു. നല്ലോണം മതിയാവുന്നത് വരെ ദേവിനെ തൊഴാൻ പറ്റി. ഇതാ നമ്മൾ തിരിച്ചു പോവാണ്. അപ്പം നമ്മുടെ എൻ്റെ ഈ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റ, ബൈ.